നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ്. കൃത്യമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തൊട്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ NDA പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും BJPയുടെ പ്രവർത്തനത്തെ തടസ്സം നിൽക്കുന്ന തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിരന്തരമായിട്ട് അതിന് നേതൃത്വം കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി എത്തിയിട്ടുള്ള SHO ബിബിൻ്റെ നേതൃത്വത്തിൽ ഒരു അഭിജിത്ത് രാജേഷ്, 2 പോലീസുകാരും കൂടി ചേർന്നുള്ള ഒരു വളരെ ഗുണ്ടായിസം തന്നെ എന്ന് പറയാം, CPMൻ്റെ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിബിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസിൻ്റെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും ഈ കാച്ചാണി ഭാഗത്ത് BJPക്ക് ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വളർച്ച നമുക്കറിയാം. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിലുള്ള 10 വാർഡുകളിൽ 9 വാർഡും BJP ആണ് ജയിച്ചത്. 9 വാർഡ്, ഈ കാച്ചാണി ഒഴിച്ച്. കാച്ചാണി വാർഡിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഈ മലമുകൾ പള്ളിയുടെ സെക്രട്ടറിയാണ് ഈ ബിനു, BJPയുടെ പ്രവർത്തകൻ. അവിടെ ഒരു പ്രവർത്തകരും ഇല്ലാത്തൊരു സാഹചര്യം പണ്ട് BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ BJPക്ക് ബിനുവിൻ്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെറിയ വോട്ടിനാണ് LDF അവിടെ ജയിച്ചത്, ആരോമൽ ജയിച്ചത്. അപ്പം അതുകൊണ്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു വന്ന് ഈ ബിബിൻ യഥാർത്ഥത്തിൽ ഒരു CPMൻ്റെ ഒരു ഗുണ്ട പ്രവർത്തനം നടത്തുന്ന ഒരാൾ എങ്ങനെയാണോ ആ തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രകോപിച്ച് BJPയെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരാക്കാൻ, സംഘർഷമുണ്ടാക്കാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം ഈ ബിബിൻ്റെ നേതൃത്വത്തിൽ ഈ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നില്ല, കാരണം പോലീസ് ഉദ്യോഗസ്ഥയായി DGP റാങ്കിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് ഇവിടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലേഖ ചേച്ചി ഇരിക്കുന്നത്. പോലീസിന് നമുക്ക് മാന്യമായിട്ടുള്ള പരിവേഷമുണ്ട്. ഏത് സംഘർഷത്തെയും ഇല്ലാതാക്കാൻ വിളിച്ചിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പോലീസ് ഒരു ഭാഗത്തിൻ്റെ കയ്യിലെടുത്തുകൊണ്ട് CPMനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലേക്ക്, CPMൻ്റെ ഗുണ്ടായുസം വളർത്തുന്ന തരത്തിലേക്ക് അവരെ വിളിച്ച് മലമുകൾ പള്ളിയുടെ മുകളിൽ കയറ്റി, ഈ ബിബിൻ്റെ നേതൃത്വത്തിലാണ് കയറ്റി ഈ വിറകോമ്പും മറ്റ് കല്ലും എടുത്ത് എറിഞ്ഞത്. ആ എറിഞ്ഞ ഭാഗത്ത് വീഡിയോ ഉണ്ട്. ആ എറിയുന്നതിൻ്റെ ഭാഗത്തുനിന്ന് വന്ന എറിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ കൊണ്ടിരിക്കുന്നത്. വ്യക്തമായും ഇന്നലെ കമ്മീഷന് മുമ്പിൽ ആ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ആ വിഷയം ഉണ്ടായി. ഇന്നലെ ഞങ്ങൾ BJPയുടെ നേതൃത്വം ഞങ്ങൾ കമ്മീഷണറുമായി സംസാരിച്ചു. ഉച്ചയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്നു, ചർച്ച ചെയ്തു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സംഘർഷം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കമ്മീഷണറുമായി ചർച്ച ചെയ്തു. കമ്മീഷണർ ചില കാര്യങ്ങൾ പറഞ്ഞു, അതനുസരിക്കാമെന്നും പ്രശ്നങ്ങൾ ഇന്നലെ കൊണ്ട് തന്നെ തീർക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ എടപ്പഴിഞ്ഞി മുരുകക്ഷേത്രത്തിൽ കയറി അവിടെ ഈ ബിനു പരാതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ വേണമെന്ന് ഉപദേശം തേടാൻ ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ ആൾക്കാരുമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ പോലീസിൻ്റെ ഈ ആക്രമണം ഉണ്ടായത്. ദീപു എന്ന് പറഞ്ഞ SIയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതാണ്. അതിക്രമിച്ച് കയറി എന്ന് മാത്രമല്ല, ഒരു ആരാധനാലയം, ഒരു ക്ഷേത്രം ഇത്രയധികം, ഇത് ക്ഷേത്രത്തിൻ്റെ ഓഫീസിൻ്റെ മുകളിലുള്ള ഓഫീസാണ്. ഇത് പാഠശാലയാണ് എടപ്പഴിഞ്ഞിൽ. ഇതിനെ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഫ്രണ്ട് വശമുള്ള വാതിൽ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇത്രയധികം കാണിക്കേണ്ട കാര്യം എന്നുണ്ട്. അവിടെ കയറി ബിനു ഇത്രയും ക്രൂരമായി. ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് RSS എന്ന് കേട്ടാൽ പോലീസ് വേട്ടയാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിലൂടെ അനുഭവിച്ചവരാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഇല്ലാത്തൊരു പ്രവണത പുതുതായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്ന ഘട്ടത്തിലാണ് ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇത് ബിനുവിനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിക്കാൻ ബിനു എന്ത് തെറ്റ് ചെയ്തു? ബിനു ആ കേസിൽ പ്രതിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം. ബിനു ഇവരെടുത്ത ഒരു കേസിലെ പ്രതിയല്ല. ബിനു പരാതിക്കാരനാണ്. ഈ ബിനുവിനെ ഇത്രയധികം ക്രൂരമായ മർദ്ദിക്കാൻ, അതും ക്ഷേത്രത്തിൽ അതിക്രമിച്ച്
കയറി മർദ്ദിക്കാൻ ബിനു എന്ത് തെറ്റ് ചെയ്തു? BJP കാരനായതുകൊണ്ട് മാത്രമാണ്. ബിനുവിന്റെ ഭാഗത്ത് ബിനു കൊടുത്ത പരാതി എന്താണ്? യാതൊരു കുടുംബത്തിലെയും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്കെതിരെ, സ്വന്തം ഭാര്യയ്ക്കെതിരെ വളരെ മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്ത ബിനുവിനെ വീട്ടിൽ കയറാൻ പോലും തലേദിവസം അനുവദിച്ചില്ല. എന്നിട്ട് പോലീസ് പറയുന്നു, BCMCയെയും പേരുഗ്രസിയെയും പറയുന്നു, നിങ്ങൾ ധൈര്യമായി വീട്ടിൽ പൊയ്ക്കോ, പോലീസ് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാണ് ഈ മലമുകളിൽ ഈ കാറിലിരുന്ന ബിനുവിനെ വളഞ്ഞ് CPM ഇവരെല്ലാം കൂടെ വളഞ്ഞ് കാറിൽ അടിക്കുകയും ചെയ്തു. ഇത് കമ്മീഷണർ സൂചിപ്പിച്ചതാണ്. കമ്മീഷൻ നമ്മോട് പറഞ്ഞതാണ്, അങ്ങനെ കാറിൽ അടിച്ചാലും അത് അവരെ ദേഹത്ത് അടിക്കുന്നത് പോലെയാണ് എന്ന് സമ്മതിച്ചതാണ്. ഈ ബിനുവിനെയാണ് ഇത്രയധികം ഈ SI, ഇവനൊന്നും SI എന്ന് പറയാൻ പറ്റില്ല. ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഇവനൊക്കെ SI എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദീപു, ഇയാളുടെ നേതൃത്വത്തിലാണ് ഇത് ആക്രമണം നടന്നിരിക്കുന്നത്, ഈ ദീപു. അപ്പൊ ഈ വിപിന്റെ ഗുണ്ടായിസം, ഗുണ്ടകളുടെ ബ്രാഞ്ചുകളാണ് ദീപുവും മറ്റേ അഭിജിത്തും രാജേഷും എന്നൊക്കെ പോലീസ്. അപ്പൊ ഇതിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ്. അപ്പൊ ഇത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളെ 4-5ഓളം പ്രവർത്തകരെ വളരെ ക്രൂരമായ, അത് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തെ കേട്ടിട്ടുണ്ട്, ഇടിവണ്ടി എന്ന് പറയുന്നത്. ഈ ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ പോലീസ് ഇടിവണ്ടി, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഇടിവണ്ടി എങ്ങനെയാണോ പഴയ കാലത്ത് പ്രവർത്തിക്കുന്നത്, ആ ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ച് നന്ദാവനം പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോകുന്നത് വരെ ആ വണ്ടിക്കകത്ത് ബൂട്ടിട്ട് ചവിട്ടി ഈ എന്താ പറഞ്ഞ ഈ വയർലെസിന്റെ മൂട് വെച്ചാണ് ഈ ബില്ലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ മേയറടക്കം, ജില്ലാധ്യക്ഷനായ ഞാനടക്കം, കൗൺസിലർമാർ പാപ്പനംകോട് സജി അടക്കം ഞങ്ങളെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ആൾക്കാരെ കാണാൻ, ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതാണ്, യാതൊരാളെ അറസ്റ്റ് ചെയ്താലും അവരെ വന്ന് കാണാനുള്ള മൗലികാവകാശമാണ്. അതുപോലും നിഷേധിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗര പിതാവിന്റെ നേതൃത്വത്തിൽ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇവരെ സന്ദർശിക്കാൻ ആ പോലീസ് ക്യാമ്പിൽ ഗേറ്റ് അടച്ചിട്ട് പോലീസ് ഗുണ്ടായിസം കാണിച്ചു. അവസാനം മേയറുടെ വണ്ടി അകത്ത് കയറാൻ അനുവാദം കൊടുത്തു. കയറി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? അവർ ഭയപ്പെട്ടത് ഈ ഇടിവണ്ടിക്കകത്തിരിക്കുന്ന ഈ ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാൽ ഞങ്ങൾക്ക് പ്രകോപിതരാകുന്ന ആൾക്കറിയാം. കാരണം ബ്ലഡ് ഒലിച്ചിങ്ങനെ നിൽക്കുന്ന ആ മാരകമായ രീതിയിൽ ആക്രമണം ഞങ്ങളുടെ മനസ്സെത്തുമാത്രം വേദനിക്കും. യാതൊരു അമ്മ സഹിക്കോ, സഹോദരൻ സഹിക്കോ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ സഹിക്കോ? ഇല്ല. അത് മറയ്ക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം ചെയ്തത്. ഒന്നുകിൽ കമ്മീഷണർക്കെതിരെ കൺട്രോൾ ഇല്ല, സിറ്റി പോലീസ് കമ്മീഷണർ മാന്യമായി ഞങ്ങളുടെ പെരുമാറുന്നുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ പോയ സമയത്തൊക്കെ ഞങ്ങളുടെ മാന്യമായി പെരുമാറി. പക്ഷെ അദ്ദേഹവുമായി ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്ന ആ സമയത്താണ് ഈ വിഷയം ഇവിടെ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം അറിഞ്ഞോ, ഒന്നുകിൽ അദ്ദേഹത്തിന് കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞ് നടിക്കുന്ന ഒരു നാടകമായിട്ടാണ് BJP ഇത് ആരോപിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇന്ന് എന്ത് വേണോ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ രാജ്യത്തോടും ജനങ്ങളോടും കടപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഈ നഗരം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതം കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ മറ്റ് പ്രകോപിതരാവാതെ നിയമ വഴി കൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്, ഈ ദീപുവിനായി എതിരെ കേസെടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ ഇന്ന് രാവിലെ ബിനു ACയുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബിനു ഈ കേസിലൊന്നും പ്രതിയല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനാണ്. അയാൾ പ്രതിയല്ലാത്ത ആളിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിന് ഈ ദീപുവിനെതിരെ മറ്റ് പോലീസുകാർക്കെതിരെയും FIR എടുത്ത് കേസെടുക്കണം. ഈ ബിപിൻ എന്ന് പറയുന്ന ഈ ഗുണ്ട, ഇയാളെ മാറ്റി നിർത്തണം. ഇപ്പോൾ പോലീസിന്റെ കമ്മീഷണർ പറയുന്നു അവർക്ക് മാറ്റി നിർത്താൻ അധികാരമില്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ആരായാലും ചെയ്യുന്നത്. ഇനി ഈ CI, ഈ SHO, ഈ ബിപിൻ അവിടെ ജോലിക്ക് തുറന്നാൽ വളരെ കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ നടത്തും. ജനങ്ങൾക്ക് സമാധാനമില്ലായ്മയുണ്ടാക്കി നിഷ്ഠൂരമായ സംഭവങ്ങൾക്ക് ജനങ്ങൾ സാക്ഷിയാകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ CA, അത് ഈ SHO ബിപിനെ അവിടെ ഇരുത്തി പൊറപ്പിക്കാൻ പറ്റില്ല. അയാളെ ഒന്നുകിൽ അയാളൊന്ന് മാറ്റി വേറെ എവിടെയാക്കണം, അല്ലെങ്കിൽ ലീവ് എടുത്ത് പോകാൻ പറയണം. ഇത് രണ്ട് കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വീണ്ടും
ഞങ്ങൾ വൈകുന്നേരം വന്ന് കമ്മീഷനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് ചെയ്യാമെന്ന് ഉറപ്പ് തന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെ ഞങ്ങൾ നോക്കി. ഉച്ചവരെ നോക്കിയ സമയത്ത് ഇത് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം CPM-ന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന റഹീം പറഞ്ഞിരിക്കുന്നു, BJP ഇവിടെ നാടിന് സമാധാനം അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു. റഹീം ആദ്യം സമാധാന അന്തരീക്ഷം കൊടുത്താൽ മതി. റഹീമിന്റെ പാർട്ടി ഈ സംസ്ഥാനത്തും ഈ തിരുവനന്തപുരത്തും സമാധാനം കൊടുക്കാൻ അവർ തയ്യാറാകട്ടെ. BJP പ്രവർത്തകനെ ഈ ബിനുവിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും ഞങ്ങൾ സമാധാനമാണ്, ഇന്നിപ്പോൾ സമാധാനമാണ് തിരുവനന്തപുരത്തുള്ളത്. ഞങ്ങളുടെ പക്വതയുള്ള തീരുമാനമാണ്, പക്വതയുടെ നേതൃത്വമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള കാര്യം ഇന്ന് ഉച്ചവരെ കമ്മീഷണർ ഭാഗത്തുനിന്ന് ഒരു നടപടിക്രമങ്ങളും വന്നിട്ടില്ല. നാട്ടിൽ സമാധാനം വരണം, സംഘർഷം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ, നടപടികൾ കൃത്യമായി എടുക്കണം എന്ന് ഞങ്ങൾ വീണ്ടും പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് BJP-യുടെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വനിതകളുടെ സ്റ്റേഷൻ മാർച്ച് ഇന്ന് 4 മണിക്ക് ഉണ്ട്. വനിതകളുടെ മഹിളാ മാർച്ച് കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മഹിളകളുടെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ട് വൈകുന്നേരം 4 മണിക്ക്. നാളെ വൈകുന്നേരം 3:30 മണിക്ക് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക്, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ 2 സമര പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊണ്ടൊന്നും ഈ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ആവശ്യം നിറവേറ്റില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇതിനേക്കാളും ശക്തമായിട്ടുള്ള നിയമപരമായിട്ടും മറ്റ് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനുവേണ്ടി പോലീസ് സഹകരിച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ സമാധാനം എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. സഹകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് BJP-യും NDA-യും മുന്നോട്ട് പോകും. ഞങ്ങൾ DGP-യെ കാണുന്നുണ്ട്. ഇന്നലെ DGP സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. കമ്മീഷണർ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒന്നുകിൽ കമ്മീഷണർ ഇന്ന് തന്നെ ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നാളെ കമ്മീഷണർ ഓഫീസിലേക്കുള്ള ബഹുജന മാർച്ച് കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം വീണ്ടും ഈ സ്ഥിതി തന്നെ പോലീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ വിപിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ FIR എടുക്കാൻ ഇവർ മടിച്ചു നിന്നാൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. നാളെ വൈകുന്നേരത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇരുന്നിട്ട് നമ്മൾ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, പ്രശ്നത്തുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് കൃത്യമായി പറയും. ഒരു കേസും ഇല്ലല്ലോ. ബിനു ആണ് കേസ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട്. സുനിലുമായിട്ട് തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ സുനിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അല്ല, അത് ശരിയല്ല. അത് അവര് പറയുന്ന നെറേറ്റീവാണ്, അവര് പറയുന്ന കഥയാണ്. എവിടെ അവിടെ പള്ളിയിൽ കയറ്റിയത് ആരാണ്? പള്ളിക്കകത്ത് കേസുകൾ പ്രതിയായിരുന്ന പ്രതികളല്ല, അതാണ്. അല്ലല്ല, അവരെ പിന്നെ FIR ഇട്ടതാണ് ന്യായീകരിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക, അവര് പ്രതികളല്ലായിരുന്നു. പിടിച്ചോണ്ട് പോയി ഇടിച്ച ശേഷം ഇട്ട FIR ആണത്. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം പ്രതികളായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറില്ല. അവിടെ ക്ഷേത്രത്തിന്റെ പാഠശാലയാണ്, പാഠശാലയാണ്. അവിടെ ഈ ക്ഷേത്രത്തിന്റെ അയ്യപ്പൻ എന്ന് പറയുന്ന ക്ഷേത്ര ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് സംസാരിക്കാൻ വന്ന സമയത്ത് പോലീസ് ഇത് വളരെ വ്യക്തമായിട്ടും പ്രകോപിതമാക്കാൻ വേണ്ടി ആസൂത്രിതമായി തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കുക. പോലീസ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തികൾ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് BJP അന്ന് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ പോയാൽ ഒരു കസേര പോലും ഇട്ട് തരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ പറയും ഞങ്ങളെല്ലാം പ്രതിയായി, ഞങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് നീന്തി കയറുകയത് തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന ഞാൻ കേക്കട്ടെ ഒരു കാര്യം സുഹൃത്തെ. ഇല്ല, ഇത് വെറുതെ കള്ളം പറയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണ്. ഇവരാരും പ്രതികളല്ല. ഇവര് ആരാധനാലയത്തിൽ
അല്ല, ഉണ്ട് പിടിക്കാൻ പാടില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി തുറക്കാനോ അധികാരമില്ല. അന്യായമാണ്. ക്ഷേത്ര ആൾക്കാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ആരും നടപടി എടുക്കുന്നില്ല. മെഡിക്കോ ലീഗൽ കേസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് എടുത്തിട്ടില്ലല്ലോ. ക്ഷേത്ര അധികാരികളെ പരാതി കൊടുത്തിട്ട് ആ പോലീസിനെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. കേറാൻ പാടില്ല. ഏതെങ്കിലും പള്ളി കയറുവോ? മുസ്ലിം ദേവാലയത്തിൽ കയറുവോ? ഏതെങ്കിലും സർക്കുലർ ഉണ്ട്. കേറാൻ പാടില്ല. നിങ്ങളൊന്ന് വെരിഫൈ നോക്ക. പോലീസ് സർക്കുലേഴ്സ് ഒന്ന് അടിച്ചു നോക്ക്. കേറാൻ പാടില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദമില്ലാതെ പോലീസിനെ ഒന്നിനും കയറാൻ പാടില്ല. കുറ്റക്കാര് നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ ആ ഒരു പഞ്ചാബിലെ ഉണ്ടായ സംഭവം പോലും അനധികൃതമാണെന്നുള്ളത് സുപ്രീം കോടതി വിധി വരെയുണ്ട്. ഗോൾഡൻ ടെമ്പിളിൽ കയറി ഒളിച്ചിരുന്നിട്ട് പോലീസ് കയറി ആക്രമിച്ചത് ഭയങ്കര തെറ്റായിരുന്നില്ല? അതിന്റെ പേരിലല്ലേ സർക്കാർ പോലും വീണത്? കയറാൻ പാടില്ല. സെൻട്രൽ ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. സുപ്രീം കോടതി ഗൈഡ് ലൈൻസിനേക്കാളും മുകളിലല്ലല്ലോ വേറൊന്നും. ഓരോ ആരാധനാലയത്തിലും പോലീസിന് പ്രവേശിക്കാൻ അനുവാദമില്ല. അല്ല, ക്ഷേത്രമാണ്. ക്ഷേത്ര ആരുടെയാണെങ്കിലും അല്ല, ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്നതാ. അത് രാഷ്ട്രീയം അതില്ല. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി അറസ്റ്റ് ചെയ്തു ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാമോ? അതാണ് നിങ്ങൾ മറുപടി. നിങ്ങൾ നാളെ സഹോദരനാണ് ഈ മർദ്ദനമേറ്റാൽ. ഈ ബിനു എന്ന് പറഞ്ഞ ആൾ താങ്കളുടെ സഹോദരനാണ്. അംഗീകരിക്കാൻ പറ്റുമോ? ആള് പരാതിക്കാരിയുടെ ഭർത്താവ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തു? ഒരു സുനിൽ എന്ന് പറയുന്ന പ്രവർത്തകനെതിരെ പരാതി കൊടുക്കാൻ ധൈര്യം എവിടുന്ന് കിട്ടി? പോലീസിന്റെ അടി കൊണ്ടോ എന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇത് മുഴുവൻ. ബിനു ഉണ്ടോ? അയ്യപ്പനുണ്ടോ? അയ്യപ്പനുണ്ടോ? ഡേറ്റ് പറ. ഡേറ്റ് എന്നെ കാണിക്കൂ. അല്ല, അത് കഴിഞ്ഞിട്ടാണ് പിടിച്ചോണ്ട് പോയത്. ഇന്ന് രാവിലെ അല്ലേ? 3 മണിക്ക് കാണിക്കൂ. അല്ല, യു ഷോ മീ. കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഒരു കേസിലും പ്രതിയല്ല. ഓ, ഈ കേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കേസാണ്. ഇത് ആ കേസല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, CPM കാരെയും BJP കാരെയും ഒരുമിച്ച് ചേർത്ത് എടുത്ത കേസാണ് ആ 3 മണിക്കുള്ള 3 മണി. ആ കേസിനകത്ത് ഇവരാരും പ്രതികളല്ല. അല്ല, പരാതിയില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് കമ്മീഷൻ ഞങ്ങളെ മുമ്പിൽ സമ്മതിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വീഡിയോ കണ്ടിട്ട്, ഈ മണികണ്ഠൻ കൊടുത്ത വീഡിയോ കണ്ടിട്ട് എറി എവിടെ നിന്ന് വരുന്നു? എറി വന്നത് വലത് സൈഡിൽ നിന്ന ടീം അവിടെ നിന്നാണ് എറി വരുന്നത്. ഈ ഞങ്ങളെ ടീമിൽ ഇരുന്നത് ഇടത് സൈഡിലാണ്. വലത് സ്ഥലത്താണ് എറി വരുന്നത്. കൃത്യമായും കണ്ടതാണ്. ഇതിലെ ഒരു എഫ്ഐആറില് BJPയും CPM കാരെയും ഒരുമിച്ച് ചേർത്ത് എഫ്ഐആർ ഇടുക, പരാതിക്കാരനെ പിടിച്ച് അടിക്കുക. ഇത് വേറൊന്നുമല്ല. ഇത് ശരിക്കും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഒരു സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി തയ്യാറാക്കി തിരക്കഥാനാഥം തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങളെ മേയറടക്കമുള്ള ഒരു നേതൃത്വം അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ ഇത് കാണിക്കാത്തത്? ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പ്രതികളെ കാണിക്കാനും കസ്റ്റഡിയിൽ കാണിക്കാനും എയർ ക്യാമ്പിൽ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾ കേരളത്തിൽ കാണിട്ടുണ്ടല്ലോ. ഇവിടെ കണ്ടോൺമെന്റ് AC മാന്യമായി പെരുമാറുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ മാന്യമായി നമ്മളോട് സംസാരിക്കുന്നു. ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ ഈ SHO എന്ന് പറയുന്ന ഈ വിപിൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടിക്ക് വന്ന ഇയാള് ഈ മാന്യതയില്ലാതെ പെരുമാറുന്നു. ഇന്നലെ ഞങ്ങളെ ചെമ്പഴന്തി ഉദയനെടുത്ത് വളരെ അപമാനിതയായി ഈ SI ദീപു പെരുമാറുന്നു. അവിടെ നേരത്തെയും ഇതുപോലൊരു കൗൺസിലർക്കെതിരെ
നിങ്ങളെ പ്രവർത്തകർ വളരെ മോശമായിട്ട് പെരുമാറിയ ദൃശ്യങ്ങൾ അടക്കം പുറത്തു നിന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അല്ല, ഏത് കാര്യത്തിന് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായി തന്നെ കാണും. വളരെ മോശമായ അല്ല, തെറ്റ് കാണും. അല്ല, ഞങ്ങൾ നമ്മുടെ വിഷയം ആ തെറ്റൊന്നും നിങ്ങൾ വിഷയത്തിൽ തിരിച്ചു കളിക്കണ്ട. തെറ്റായിട്ട് തന്നെ കാണും. അതിന് ശക്തമായ നിലപാടും BJP ഉണ്ടാവും. തെറ്റായി കാണുന്ന കാര്യങ്ങൾ തെറ്റായി തന്നെ കാണും, അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാളരാത്രികളെ ഓർമ്മിക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇതിനെ ആവർത്തിക്കാൻ പാടില്ല. സർക്കാർ മാറിയാലും മാറിയില്ലെങ്കിലും ശരി, ഈ അവസാന ഘട്ടത്തിൽ CPM വളർത്താൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ CPM-ന്റെ ഏരിയ കമ്മിറ്റിയാക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഒന്നുമല്ലാത്ത സമയത്ത് ഇതൊക്കെ നേരിട്ടവരാണ്. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ BJP ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 30-35 വർഷത്തിന് മുമ്പ് ഈ തിരുവനന്തപുരത്ത് 80കളിൽ അന്നൊക്കെ ഞങ്ങൾ നേരിട്ടവരാണ്. ഞങ്ങളൊക്കെ മനോധൈര്യത്തോടെ ഞങ്ങൾ നേരിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം. ആരെ ഔദാര്യത്തിൽ വളർന്ന പ്രസ്ഥാനം എന്നല്ല ഇത്. കേരളത്തിലെ BJP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തതാണ്. എന്താണ് ഈ ഭയക്കുന്നത്? എന്താണ് അവർക്ക്? എന്താണ് ഈ പേടി? പോലീസിനെ കയറുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത്. അതുകൊണ്ടല്ലേ കമ്മീഷണർ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? കമ്മീഷണർ കയറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. കമ്മീഷണർ പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയം എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയമാണ്. ഈ പോലീസ് മൊത്തം പരാജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് അവസാനം ഈ പിണറായി സർക്കാരിന്റെ അവസാന നാളിലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോഴും പോലീസിന്റെ ഒരു ഗുണത്തിലെ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. പോലീസ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ് നന്മ നീതിയുക്തമായിട്ട് പോലീസ് ഇതില് നടപടി എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തും കൂടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നലെ വിളിക്കാത്ത, ഇന്നലെ നിങ്ങൾ വന്നല്ലോ, നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും കമ്മീഷണറെ കണ്ടു. ഞങ്ങളെ പ്രവർത്തകർ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ് ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ മാനസികമായി തകർന്ന ഈ അവസ്ഥയിലും ഞങ്ങൾ വീണ്ടും നിയമത്തിന്റെ വഴി കൂടെ പോട്ടെ എന്ന് ഞങ്ങൾ 5 മണിക്ക് വീണ്ടും ഞങ്ങൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും ഞാനും ജില്ലാധ്യക്ഷൻ ഞാനും RSSന്റെ ചുമതലപ്പെട്ട ആൾക്കാരും ഞങ്ങൾ വീണ്ടും കാണുകയാണ്. സാർ എന്താണ് ഈ പരിഹരിക്കാൻ വേണം? അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആവശ്യം അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉച്ചവരെ നോക്കി, നിങ്ങളെ വിളിക്കുന്ന ടൈം വരെ ഞങ്ങൾ നോക്കി, നടക്കില്ല ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേറെ ഒരു പ്രകോപനമായ ഒന്നും ഉണ്ടാവില്ല. നിയമത്തിന്റെ വഴി കൂടെ തന്നെ മുമ്പോട്ട് പോകും. നിയമപരമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനാധിപത്യ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.